പാണ്ഡവരുടെ വനവാസകാലത്ത് ഹിഡിംബി തന്റെ ഭർത്താവായ ഭീമസേനന് ഛായാമുഖി എന്ന മാന്ത്രിക കണ്ണാടി സമ്മാനിച്ചു. ഹൃദയത്തിലെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്ന സത്യത്തിന്റെ കണ്ണാടി. അതിൽ നോക്കുന്നവരുടെ സ്വന്തം രൂപമല്ല, മറിച്ച് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പ്രതിബിംബമാണ് തെളിയുക. ഹിഡിംബി ഭീമന്റെ അടുത്തു ചെന്നു. തന്റെ മുഖം അതിൽ തെളിയുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ഛായാമുഖിയിൽ പ്രതിഫലിച്ചത് ദ്രൗപദിയുടെ മുഖമായിരുന്നു. തന്റെ സ്നേഹം നിഷേധിക്കപ്പെട്ട വേദനയോടെ ഹിഡിംബി ആ കണ്ണാടി ഭീമന് നൽകി കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ഭീമൻ ആ കണ്ണാടി ദ്രൗപദിക്ക് സമ്മാനിച്ചു. ദ്രൗപദി രഹസ്യമായി കണ്ണാടിയിൽ നോക്കി. അപ്പോൾ അവിടെ തെളിഞ്ഞ മുഖം അവളെ തന്നെ ഞെട്ടിച്ചു. കർണന്റെ മുഖമാണ് ഛായാമുഖിയിൽ തെളിഞ്ഞത്. അവൾക്ക് ലഭിക്കാതെ പോയ ആദ്യാനുരാഗത്തിന്റെ ഓർമ്മയായി. അവളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ രഹസ്യം കണ്ണാടി വെളിപ്പെടുത്തി. അജ്ഞാതവാസകാലത്ത് വിരാടരാജ്ഞിയുടെ സഹോദരൻ കീചകൻ ദ്രൗപദിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഭീമൻ കീചകനെ വധിക്കാനായി ഒരുങ്ങുന്നു. ഭീമൻ കീചകനെ കൊല്ലുന്നതിന് മുമ്പ് കീചകൻ അവസാനമായി ഛായാമുഖിയിൽ നോക്കുന്നു. ഭീമനെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണാടിയിൽ പ്രതിഫലിച്ചത് ദ്രൗപദിയുടെ രൂപമായിരുന്നു. കീചകന്റെ പ്രണയം ഒരുതരം ഭ്രാന്തമായ സത്യമായിരുന്നു എന്ന് ഭീമൻ മനസ്സിലാക്കുന്നു. പ്രണയത്തിന്റെ സങ്കീർണതകളും ബന്ധങ്ങളിലെ രഹസ്യങ്ങളും സ്നേഹം നിഷേധിക്കപ്പെട്ടവരുടെ ദുരന്തവുമാണ് ഈ മാന്ത്രിക കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത്. അതോടൊപ്പം തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലുകളാണ് എന്ന സത്യവും.